ബന്ദിപ്പൂരിൽ നിന്ന് കാട്ടിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ സത്യമംഗലത്തേക്ക്. ബന്ദിപ്പൂരിൽ നിന്ന് റൈറ്റിലേക്ക് നീങ്ങിയാൽ മംഗള വില്ലേജ് കാണാം. ഞാനേതായാലും ഒരു 20 ഉറുപ്പ്യ കൊടുത്ത് 3 വലുത് വാങ്ങാന്ന് വെച്ച്. സത്യമംഗലം കാടുകളിലാണ്. കാട്ടുപന്നികൾ നോക്കി എത്ര എണ്ണം ക്രോസ് ചെയ്യുന്നത്. ഏതാണ് സ്പീഷീസ് എന്ന് മനസ്സിലായില്ല. ചുവന്ന് കർണാടകയിലെ ഡോണ്ടലിംഗ് മൊണാസ്ട്രിയിലാണ് കേട്ടോ. ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണ് ജോച്ചെങ് മൊണാസ്ട്രി. അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹലോ ഗൈസ്. അല്ല ഞാനല്ലേ പറയണ്ടേ? ഇത് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞോ. നമ്മൾ ഇന്ന് വീരപ്പന്റെ നാട്ടിലാണ്. അതെ അതെ, സത്യമംഗലത്താണ് നമ്മളിപ്പോൾ. ഒരു കിളിലൻ എപ്പിസോഡാണ്. സത്യമംഗലത്തെ ഒരു ട്രീ ഹൗസ് ആണ്, നിങ്ങൾക്ക് പുറകിൽ കാണാം. ബന്ദിപ്പൂർ വഴി പോകുമ്പോൾ എപ്പോഴും റോഡ് സൈഡിൽ ആനയെ കാണാം. അവിടെ നിർത്തി അവർ ശല്യപ്പെടുത്തുകയോ പുറത്തിറങ്ങുകയോ ചെയ്താൽ 8ൻ്റെ പണിയും കിട്ടും. ഇത് നേരെ ഗുണ്ടൽപേട്ടക്ക് പോകാതെ നമ്മൾ റൈറ്റിക്ക് തിരിക. മംഗള വില്ലേജ് കൺട്രി ക്ലബിലേക്കൊക്കെ പോകുന്ന വഴി. ബന്ദിപ്പൂരിൽ നിന്ന് കറക്റ്റ് റൈറ്റിക്ക് തിരിഞ്ഞ റോഡ്. ഇവിടുന്ന് ഈ ഡിപ്പ് ഉണ്ടില്ലേ, ആ വീഡിയോയിൽ കണ്ടില്ലേ ഡിപ്പ്? ലെപ്പേഡ് ക്രോസ് ചെയ്തില്ലേ 3 ഇവിടുന്നാണ് ഈ റോഡ്. മംഗളാവിലേക്ക് പോകുന്ന, മംഗള വില്ലേജിലേക്ക് പോകുന്ന റോഡ് ഇപ്പോൾ പുതിയതായിട്ട് ടാർ ചെയ്താണ്. അടിപൊളി റോഡ്. മംഗളയിൽ നിന്ന് ബൊമ്മനഹള്ളിയിലേക്കുള്ള പോകുന്ന വഴിയാണ്. കുറച്ച് ഭാഗം റോഡില്ല, കുഴപ്പമില്ല, എന്നാലും പോകാം. ഇതാണ് മംഗള വില്ലേജ്. ഇത് തക്കാളിത്തോട്ടാണ് ഇവിടെ. അപ്പുറത്ത് തുവരപ്പരിപ്പിൻ്റെ കൃഷിയുണ്ട്. ഒരുപാട് കൃഷിയാണ് ഇവിടെ. ബൊമ്മനഹള്ളി എന്ന വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തുവരപ്പരിപ്പ്. റോഡിൻ്റെ അവസ്ഥ ഇതാണ്. റോഡ് മോശമാണ്. ഒരുപാട് ആടിൻ്റെ ഗ്രൂപ്പാണ്. ഇങ്ങനെ ആട്ടിടയന്മാരോടെ ഉണ്ട്. പരിപ്പ് ഉണക്കണം ഇവർ. Valentine's Day Ghana app download ಮಾಡಿ ನಿಮ್ಮ favorite. I'm gonna take my horse to the old town road. I'm gonna ride to Lucky. ബാച്ചള്ളി വരെ റോഡ് ഭയങ്കര മോശമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാട്ടോ. മംഗള തൊട്ട് ബാച്ചള്ളി വരെ ഒരു 20 മിനിറ്റ് മോശം റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നല്ല റോഡാണ്. ക്യാബേജ് ഒക്കെയാണ് ഒന്നിച്ച് പറിച്ച് അവിടെ കൂട്ടിയിട്ടൊക്കെയാണ്. അവിടെ ചാക്ക് കണക്കിന് ക്യാബേജുകൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇവിടുന്ന് വരുന്നുണ്ടാവും. കിലോക്ക് 7 രൂപയാണ് ഇവിടെ ചാർജ്. നമ്മുടെ നാട്ടിൽ എത്രയാണ് ഇപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനേതായാലും ഒരു 20 ഉറുപ്പ്യ കൊടുത്ത് 3 വലുത് വാങ്ങാന്ന് വെച്ച്. താങ്ക് യു. 2 കിലോ വീതമുള്ള 3 ക്യാബേജ് തന്നു 20 രൂപ കൊടുത്തപ്പോൾ. കൊള്ളാം. പോകുന്ന വഴി ഒരു ലേക്ക് ഉണ്ട്. അവിടെ ഞങ്ങൾ ചെറിയ ബ്രേക്ക് എടുത്തു. ഇതിൽ കൂടെ കയറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. അവർ ഇതിൽ കൂടെ കയറ്റാണ് അവർക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. ഉള്ളി പോവാന്ന് മനസ്സിലാവൂലേ? ഇവിടെ നമ്മള് നന്ദിനിയിൽ കയറി. അപ്പൊ രാജ്കുമാറിന്റെ പടം കണ്ടപ്പോ ചോദിച്ചാണ്. അപ്പൊ രാജ്കുമാർക്ക് ആരെങ്കിൽ നിങ്ങളുടെ ആരാ? நான் வந்து தங்கச்சி பையன் രാജ്കുമാറിന്റെ. അങ്ങനെ സിനിമയുടെ രാജ്കുമാറിന്റെ തങ്കച്ചിയുടെ മോനൊക്കെ ആയിട്ട് കണ്ടു. ഞങ്ങൾ ഇവിടുന്ന് നന്ദിനിയിൽ കയറിയതായിരുന്നു. അങ്ങനെ സത്യമംഗലം ടൈഗർ റിസർവിലേക്ക് കയറുകയാണ്. അതൊക്കെ അന്ന് ആദ്യമായിട്ട് കാണുമ്പോഴേ. ഇപ്പൊ നമ്മളതിന് ഇരുത്തം വന്നു. പറമ്പിക്കൊളത്തെ കാട്ടുപോത്ത് നമ്മളിങ്ങനെ ഇവിടെ നിൽക്കണേ. അപ്പൊ കാട്ടുപോത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മളതേ നേരെ. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലെത്തണം കേട്ടോ. ഇത് 2 ട്രീ ഹൗസ് ഉണ്ട് ഇവിടെ. ഒന്നിവിടെ. പിന്നെ അപ്പുറത്തൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടെ 2 റൂംസ് ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു ഡോർമെറ്ററി ഉണ്ട്. ചെറിയ തണുപ്പുണ്ട്. അവിടെ കുഴപ്പമില്ല. ഓക്കെ കൊള്ളാം. ഏയ്
ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയൊരു ഡൈനിങ് സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇതാണത്. ഇത് 2 റൂംസ്. ഏതാണ് സ്പീഷീസ് എന്ന് മനസ്സിലായില്ല. ചുവന്ന് തലയിൽ ചുവന്ന് ഒരു മാർക്കിംഗ് ഒക്കെ ഉണ്ട് അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശ്രീരാമർ പദം എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. പിന്നെ അവിടെ രാമൻ്റെയും സീതയുടെ ഒക്കെ അവിടെ കാലടിപ്പാടുകൾ ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. ശനിയാഴ്ചകളിൽ മാത്രമേ ഇത് തുറക്കുള്ളൂ അത്രേ ഈ അമ്പലം. പൊടിയല്ല, അവരുടെ പൂജയായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. ഇതാണ് ആ കാൽപാദം, ശ്രീരാമൻ്റെ സീതൻ്റെ കാൽപാദങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ഇതാണ്. ഈ ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ടല്ലേ. ശ്രീരാമൻ വനവാസത്തിന് പോയ സമയത്ത് ഇതുവഴിയായിരുന്നു പോയിരുന്നത്. അപ്പോൾ എയറൊന്നും ഇല്ലാത്ത സമയത്ത്, അത് കാറ്റടിക്കാത്ത സമയത്ത് എങ്ങാണ്ട് കാലിങ്ങനെ മുട്ടിൽ കുത്തിയിട്ട് അമ്പ് ചെയ്തപ്പോൾ ആ മുട്ട് കുത്തിയ ഭാഗം അങ്ങനെ കുഴിഞ്ഞു പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. ശിവ അല്ലേ? സോമശേഖർ പോരെ. രാത്രിയാണ്, കാടിനകത്ത് തന്നെയാണ് ഈ സ്റ്റേ. ഈ സ്റ്റേ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരുപാട് ലക്ഷറി ഒന്നും പ്രതീക്ഷിക്കരുത്. സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേ ആവശ്യമുള്ളവർക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ അതിരാവിലെ തന്നെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞില്ല, ചെറിയ ചെറിയ വഴികളും ഗ്രാമീണ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഈ റൂട്ടിൽ വെഹിക്കിൾസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആനിമൽസ് ക്രോസിങ് കൂടുതലാണ്. ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. ഒരുപാട് കാട്ടുപന്നികൾ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ട്. ഫോറസ്റ്റ് റൂട്ട്, കൃഷിയിടങ്ങൾ, അത് മാറി മാറി വരും. നല്ലൊരു ഡ്രൈവിംഗ് റൂട്ട് തന്നെയാണ് ഈ റൂട്ട്. റോഡും നല്ല റോഡാണ്. In 300 meters, turn left. സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ പേരിൽ എപ്പോഴും ഉണ്ടാവണം. ഇതിലാറ് സൂം ചെയ്താൽ ഒന്നിനും കൊള്ളൂല. ഡോണ്ടലിംഗ് മൊണാസ്ട്രി എന്ന് ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി സ്ഥലത്തി നല്ലൊരു സൺറൈസും മോർണിംഗും ഒക്കെ ആയിട്ട് നല്ലൊരു റൂട്ട് തന്നെ ആയിരുന്നു കേട്ടോ അത്. രണ്ടാമത്തെ സത്യമംഗലം ഫോറസ്റ്റ്, ഒന്നാമത്തെ സത്യമംഗലം ഫോറസ്റ്റ് നമ്മളവിടെ കഴിഞ്ഞു. ഡോണ്ടലിംഗ് മൊണാസ്ട്രിക്ക് പോണ വഴിയുള്ള സത്യമംഗലം ഫോറസ്റ്റാണിത്. അത് ദിമ്പം ചുരം കയറി വരുന്ന സത്യമംഗലം ഫോറസ്റ്റ്. ഇത് കുട്ടിക്കുതിരകൾ. ഇത്ര സ്പീഡ് പോയാൽ അത് അവിടെ കുഴപ്പമില്ല, ഓണാക്കി. മറ്റേ കാട്ടിലെ പോത്ത് തന്നാണ്ട് അല്ല, കാട്ടിലെ എരുമാറിന് സാധനം ഇതാണ് അവന്. കാട്ടുകോഴികളാണ്. ഈ വില്ലേജ്, ഡി വില്ലേജ്, ഐ വില്ലേജ്, അങ്ങനെ ഓരോ അവിടെ കെ വില്ലേജ് കണ്ടു. പിന്നെ ഇപ്പോൾ ഓരോ ഇത് നോക്കി, ഇതൊരു ചെറിയ ടെമ്പിളാണ്. നിൽക്കുന്നുണ്ട്, ഓഫാക്കല്ലേ. ഉണ്ട് ആൾക്കാരുടെ ഷേപ്പ് ഉണ്ടോ, അവരുടെ ഡ്രസ്സ് ഷേപ്പൊക്കെ കണ്ടു നോക്കി, അവരുടെ ഡ്രസ്സിങ് നോക്കി. കൂർഗിലെ ഗോൾഡൻ ടെമ്പിളൊക്കെ പോലത്തെ അതുപോലെ ഒരു സെറ്റിൽമെൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എ തൊട്ട് ജി വരെ വില്ലേജുകൾ കഴിഞ്ഞിട്ടപ്പോൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എത്ര വില്ലേജ് ഉണ്ടാവും. അത് നോക്കി അവരുടെ ഡ്രസ്സ് നോക്കി, അവരുടെ ഡ്രസ്സ് മെല്ലെ അതെ പോരെ. ഇതിലും മെല്ലെ എങ്ങോട്ടാ പോണത്? അല്ല, ഇവരുത്താരാണിത്, നമ്മളാണ് വേറെ നാട്ടിലത്തെ ആൾക്കാർ. ഈ സ്ഥലം കൊടുത്തു, അപ്പോൾ ഈ നാട്ടുകാരായി. മനസ്സിലായില്ലേ? അങ്ങനെ പെണ്ണിനെ നോക്കിയാൽ രസം കാണാം. ആ പെണ്ണിനെ സൂം ചെയ്ത് കിട്ടിയ
ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ സൂം ചെയ്തെടുക്കാൻ പറ്റില്ല. കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്നില്ലോ. കുറേ ആൾക്കാർ പോകുന്നു. നമ്മളെ കൂടെ പറ്റാവുന്ന ആൾക്കാരൊക്കെ ആയിട്ടില്ല. ഇനി ലാമനെ പിടിക്കാൻ ഇതൊക്കെ ടിബറ്റൻ സെറ്റിൽമെന്റ് ആണ്. ഓൾക്ക് പേടിയായിട്ട് ഓല് ഇങ്ങോട്ട് പോകും. ഓരോ വീടുകളാണ്. ചൈനക്കാർക്ക് വിശ്വാസമില്ലല്ലോ. വെറുതെ അല്ല, ഇവിടെ ഒരു നല്ല ഭംഗിയുണ്ട്. നമ്മളെ ഇവിടെ ഒരു രാജ്യം. ചൈനക്ക് ദൈവവിശ്വാസം കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ഈ വില രാജ്യം പിടിച്ചെടുക്കി. അപ്പോൾ അതിലുള്ള വലിയ സന്യാസിയിൽപ്പെട്ട വലിയ സന്യാസി ഇങ്ങോട്ട് പോകും. ചെയ്തു അയാൾ ഹിമാചലിലല്ലേ? അതെന്താ ഇന്ത്യയിൽ അവിടെ ഇവിടെ ആയിട്ട് കുറേ സ്ഥലമുണ്ട്. അറിയില്ല, അതിൻ്റെ ഉള്ളിലാണ്. സ്റ്റെപ്സ് ഉണ്ടോ? മൊണാസ്ട്രി എത്തി. ഗേറ്റൊക്കെ ജോച്ചൻ മൊണാസ്ട്രി എന്നാണ് ഇതിൻ്റെ പേര്. 3 മൊണാസ്ട്രികളാണ് മെയിനായിട്ടുള്ളത്. മൊത്തത്തിലാണ് ഇതിന് ഡോണ്ടലിംഗ് എന്ന് പറയുന്നത്. ഈ ഏരിയ മൊത്തത്തിൽ ടിബറ്റൻ സെറ്റിൽമെൻറ്റാണ്. ഡോണ്ടലിംഗ് മൊണാസ്ട്രി കർണാടകയിലുള്ളൊരു ബുദ്ധ സെറ്റിൽമെൻറ്റാണ്, ടിബറ്റൻ സെറ്റിൽമെൻറ്റാണ്. ഇവിടെ മെയിനായിട്ട് 3 മൊണാസ്ട്രി ഉണ്ട്. മൊണാസ്ട്രി മാത്രമല്ല, ഇങ്ങോട്ടുള്ള വഴികളും അതുപോലെ ഇതോടുകൂടി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ഭാഗത്ത്. മിക്ക മൊണാസ്ട്രികളുടെയും ഒരു കോമൺ സെറ്റപ്പ് ഇങ്ങനെ തന്നെയാണ്. കൂർഗിലുള്ള ഗോൾഡൻ ടെമ്പിളിലൊക്കെ കയറി കഴിഞ്ഞുള്ളൊരു പ്രതീതി തന്നെയാണ്. പക്ഷേ കൂർഗിലെ പോലെ അത്രയും ക്രൗഡഡ് അല്ല. ഇവിടെ ഭയങ്കര ആളുകൾ ഒരുപാട് കുറവാണ്. ഇങ്ങോട്ട് അധികം ആളുകൾ എത്തിച്ചേരുന്നില്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. തുടർന്ന് എഴുതിച്ചിട്ടുണ്ട്. ഇവിടെയും കുറേ എക്കോസൈഡന്മാരുണ്ട് കേട്ടോ. പ്രയർ വീല് ചെറുതാണെങ്കിൽ ഒരുപാട് എണ്ണ ഉണ്ട്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ അങ്ങനെ കിടക്കണം. ഓളെന്തോ നോക്കുന്നുണ്ട്. ഇതാണ് ഡോണ്ടലിംഗ് ഗസ്റ്റ് ഹൗസ്. ഇവിടെ അതിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ടിബറ്റൻ റെസ്റ്റോറൻറ്റ്. അവിടെ 3-4 ഇതുണ്ട്, ഹട്ടുകളുണ്ട് താമസിക്കാനായിട്ട്. അത് നമുക്ക് താമസിക്കാവുന്നതാണ്. അതുപോലെ ഇപ്പുറത്ത് ഒരു അടിപൊളി സ്തൂപുണ്ട്. താനാ മൊണാസ്ട്രിക്കുള്ള എൻട്രിയാണിത്. ഇവിടെ ഇതുപോലെ 8-9 സ്തൂപങ്ങളുണ്ട്. അടിപൊളി സെറ്റപ്പാണ്. കൊള്ളാല്ലേ? 1 2 3 4 5 6 7 8 ഉണ്ടല്ലേ. താനാ മൊണാസ്ട്രിയിലെത്തി. അവിടെ നമുക്കൊരു ടിബറ്റൻ ഫുഡ് ഒന്ന് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. 10 മണിക്കൊക്കെ റെസ്റ്റോറൻറ്റ് തുറക്കുള്ളൂ ഇവിടെ. ബുധനാഴ്ച എന്താ ക്ലോസ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണോ പഠിപ്പിക്കണേ? ചായ വന്നു. ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ തുക്ക. ഈ കുട്ടികളെല്ലാം കാണാൻ ഒരുപോലെ ഇരിക്കും അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ടേസ്റ്റ് ഉണ്ടോ? ഇതാണ് ചിക്കൻ റൈസ്. അപ്പോൾ നമ്മൾ താനാ മൊണാസ്ട്രിൻ്റെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബെയ്യുൽ മൊണാസ്ട്രിക്ക് പോകണം. അവിടെയുണ്ട് ഇതുപോലെ സ്തൂപ. എന്ത് വലിയ പ്രയർ വീലല്ലേ അത്? 1.5 പ്രയർ വീല. അത് കറക്കി ആണോ? എന്ത് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്തൂപങ്ങൾ. ഇത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചത് സിക്കിമിലും അതുപോലെ നേപ്പാളിലൊക്കെയാണ് ഞാൻ കണ്ടത്. നമ്മുടെ നാട്ടിൽ ഇത്തരം സെറ്റിൽമെൻ്റ് ഉള്ളതായിട്ട് അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഈ ഡാണ്ടലിംഗ് ഗസ്റ്റ് ഹൗസാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് AC 2000 അതുപോലെ നോൺ AC 1000 റുപ്പീസേ ഉള്ളൂ. ഈ മൊണാസ്ട്രിയിൽ തന്നെയാണിത്. നല്ലൊരു സെറ്റപ്പാണ്. ഓക്കെ, ये AC है? एक बेडरूम. ओके വൃത്തിയുള്ള ബാത്റൂമാണ്. ഓക്കെ, एक बाथरूम एक हाँ കേരള കിച്ചണ് കൊള്ളാം. ആഹാ, തമിഴ് M വില്ലേജും O വില്ലേജും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഓരോ ആൽഫബറ്റിനും ഓരോ വില്ലേജാണ്. നമ്മൾ കമ്പം എന്ന് പറയുന്നത് ചോളം. അവിടെ കണ്ടില്ലേ, കംപ്ലീറ്റ് പീസ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അതെ അതൊക്കെ ഇതാണ് പൊടിച്ച് വെച്ചേക്കുന്നത്. ഇതാ ഇപ്പുറത്തുണ്ടല്ലോ, ഇപ്പുറത്തുണ്ട്.
കൃഷിയാണ് മെയിൻ വരുമാനം. കുട്ടികൾക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഇതേ മൂന്നാമത്തെ സ്തൂപ. ഓരോ സ്തൂപങ്ങളും നമ്മൾ വ്യത്യാസമുണ്ട് കേട്ടോ ഡിസൈനിൽ. നമ്മൾ നേരത്തെ കണ്ട സ്റ്റൈലല്ല ഇത്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. എം ഹിൽസ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കയറി പീച്ചിപ്പാളയ സഫാരി സെൻറ്ററിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതാണ് പീച്ചിപ്പാളയ വൈൽഡ് ലൈഫ് സഫാരി സെൻറ്റർ. ഇതാണ് ബുക്ക് ചെയ്യണം. ഈ ജീപ്പിനാണ് പോകുന്നത്. ഒരാൾക്ക് 400 രൂപ, മിനിമം 6 പേര് പോകണം. 6 പേര് വേണം. അപ്പോൾ 2400 രൂപ വരും. 3 മണി തൊട്ട് 4:30 വരെ ഒരു സഫാരി, പിന്നെ 4:30 തൊട്ട് 6:30 വരെ 4:30 തൊട്ട് 6 മണി വരെ. ടൈം ഒരുപാട് നേരത്തെയാണ് നമ്മൾ, അപ്പോൾ അത് കാരണം ഇവിടെ സഫാരിക്ക് നിൽക്കണില്ല. പാടം മുഴുവനും സോളാർ പാനലുകളാണ് വെച്ചിട്ടുണ്ട്. റിട്ടേൺ വയ്യ ചാമരാജ് നഗർ കൊല്ലകൽ, അങ്ങനല്ല സോറി, കൊല്ലകൽ ഫസ്റ്റ്, പിന്നെ ചാമരാജ് നഗർ, പിന്നെ ഗുണ്ടൽപേട്ട്, പിന്നെ വന്ദിപ്പൂര്, പിന്നെ ഗൂഡല്ലൂർ. പോരെ. തിരിച്ച് ബന്ദിപ്പൂർ വഴി നാട്ടിലേക്ക്. സത്യമംഗലത്ത് അധികം സ്റ്റേ ഓപ്ഷൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻസ് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നമ്പർ. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീരാണ് കേട്ടോ. ഗുഡ് ബൈ.